എന്താ കാര്യം? ഒന്നുമില്ല. എന്തു കാര്യം? എനിക്ക് തെരിയല പാറു. എന്നെ പാറോടെ മീൻ പിടിക്കാൻ കൊണ്ടുവരുന്നല്ലേ? എന്നോട് വിളിച്ചാ പാറുവേ, പാറൂസേ, ഇങ്ങോട്ട് വന്നേ. എന്താ അളിയാ? പാറൂസേ, എന്റെ ഇവിടെ ചൂണ്ടയിടാൻ വരുന്നാ? അപ്പൊ നേരത്തെ വരണ്ടാന്ന് പറഞ്ഞിട്ട്? അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതിലേ ഖേദിക്കുന്നു. എന്നുവെച്ചാ ഒന്നുമില്ല. എന്റെ കൂടെ ചൂണ്ടയിടാൻ വരുന്നോ ഇല്ലയോ? അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെ. കഷ്ടപ്പെട്ടെന്നോ? അല്ല, ചോദിച്ച് കഷ്ടപ്പെട്ടെ. വരുന്നാ? അളിയാ, ഇന്ന് കൊറേ മീൻ പിടിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളേ? പാറൂസിനെ ഒരു കൊട്ട നിറയെ മീൻ പിടിച്ചിട്ട് ഞാൻ തലേ വെച്ച് തരും. എന്താ? ഞാൻ പോണു, നീ പറഞ്ഞ? എങ്ങോട്ട് പോണു? മീൻ പിടിക്കാൻ പോണു. ഞാൻ സിദ്ധോടെ എന്റെ കൂടെ പോവാ. എന്റെ കൂടെ നീ വരുന്നുണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇപ്പൊ സിദ്ധോളന്റെ കൂടെ പോവാ. എന്റെ കൂടെ വന്നാ കൊട്ട നിറയല്ല, ലോറ് നിറയെ മീൻ പിടിച്ചോണ്ട് വരാം. ഞാനാണ് വിളിക്കണത്, എന്റെ ചേട്ടനാണ് വിളിക്കണത്. ഇപ്പം നമ്മളെ വേണ്ട. ഇത്രയൊക്കെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും ഒരാറടി പൊക്കമുള്ള കമ്പുമായിട്ട് ഒരാള് വന്നപ്പോഴത്തേനെ നീ കൂടെ അങ്ങ് പോണ്. കൊള്ളാം ചേട്ടാ, അതുകൊണ്ടല്ല. പാറൂസേ, നിന്റെ ചേട്ടൻ പലതും പറയും. നമ്മളെ കടലില് വരെ പോയി മീൻ പിടിക്കും. പാറുവേ, ചിലര് അങ്ങനെ പല വാഗ്ദാനങ്ങളും തരും, പക്ഷെ പാലിക്കൂല. എന്നിട്ട് അവസാനം നമ്മളെ കുറ്റവും കൂടെ പറയും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അത് താങ്ങാൻ പറ്റൂല മക്കളെ, താങ്ങാൻ പറ്റൂല. എന്നാ പിന്നെ ഞാൻ ചേട്ടൻ്റെ കൂടെ വരാം. വാ പോവാ. പാറുവേ, ഇതെന്താ ഇത്ര നേരം എന്റെ കൂടെ അല്ലേ വരാന്ന് പറഞ്ഞോണ്ടിരുന്നേ? ഇപ്പൊ അവിടെ എന്റെ കൂടെ വരണമെന്ന് പറയണം, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ സഹോദരങ്ങളാണല്ലോ. ഞാനാരാ പാവം, പുറത്തുനിന്ന് വന്ന് നിങ്ങളുടെയൊക്കെ വായിരിക്കുന്നതും കേട്ടിവിടെ ഇരിക്കുക. എന്നാ പിന്നെ ഞാൻ ആളിന്റെ കൂടെ വരാം. നീ ഒന്ന് തീരുമാനിക്കണം. നീ എന്നോട് പറഞ്ഞ ആളെ കൂടെ പോണം. പറയടി. ഞാൻ ഒരാളല്ലേ ഉള്ളു, ഒരാളുടെ കൂടെ അല്ലേ നീ വരാൻ പറ്റൂ. ഏത് വാടാ? നീ മടി എന്റെ കയ്യിന്ന് വിട്. പാടി. നിങ്ങളുടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലയോ? അതിന് ജീവിതകാലം മുഴുവൻ തീരാൻ പോണില്ല, തീർക്കത്തില്ല. അതെ, ശരിക്കും എന്താണ് പ്രശ്നം? അമ്മായി, ഇവനെ ആവശ്യമില്ലാത്ത പറഞ്ഞു നടക്ക എന്നെ പറ്റി. അളിയനും എന്നെ പറ്റി ആവശ്യമില്ലാതെ പറഞ്ഞു നടക്കുക. നമുക്കറിയാം ആരാ പറഞ്ഞു നടക്കുന്നത്. നമുക്കറിയാലോ. അതെ അതെ അതെ, നിങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കേട്ടോ? എന്റെ അടുത്ത് പറഞ്ഞതേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാ. എന്റെ അടുത്ത് പറഞ്ഞതും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാ. എന്നാ ഈ ആൾ ആരാണെന്നൊന്ന് പറയാവോ? അമ്മായി, അതൊക്കെ അറിയണോ? കേസ് വിട്ടുകളാ. അറിയുമ്പോ എല്ലാം അറിയണമല്ലോ. അറിയേണ്ട ആവശ്യമില്ലല്ലോ അമ്മമ്മേ. ആവശ്യം ഇருக்கு. யார் என்ன நீங்க எங்கிட்ட சொல்லுங்க, நான் யார்கிட்டே சொல்ல மாட்டேன். ഞാൻ വാക്ക് കൊടുത്തു അമ്മൂമ്മ, ആരോടും പറയില്ലെന്ന്. അതുകൊണ്ട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാനും വാക്ക് കൊടുത്തു പോയി, അതുകൊണ്ട് എനിക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും എന്റെ ചെവി വന്ന് പറ. ഞാൻ ആരോടും പറയത്തില്ല. എന്തിനാ അമ്മമ്മ ചെവിയിലൊക്കെ പറയുന്നേ? ചെവിയിലൊക്കെ പറയണമല്ലോ. എന്നാ പിന്നെ നിങ്ങൾ ഇരുന്ന് അങ്ങോട്ട് പറ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാറു, ഇങ്ങോട്ടാ. എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. പഠിക്കാൻ പോണോ? മക്കളെ എന്നാ പഠിക്കണ്ട കേട്ടോ, ഇവിടെ നിക്കപ്പ കേട്ടാ. ഞാൻ പോട്ടമ്മായി. വേണ്ട മോളെ, ഇവിടെ നിക്ക്. അപ്പൊ രണ്ടുപേരും എന്റെ ചെവി വന്ന് പറഞ്ഞേ, എന്തു വന്നു? നീ പറയുന്നില്ലേ? ഓ, ഈ ആള്
പറയുന്നത് കേട്ടിട്ടാന്നോ നിങ്ങൾ വഴക്കുണ്ടാക്കിയേ? ആ ഏതാളമ്മ? ആളാരാന്ന് ഞാൻ പറയാം. ആ വടി ഇങ്ങ വന്നേ, അപ്പൊ ഞാൻ ശരിയാക്കി കൊടുക്കാം. പാറു, ഇവിടെ വന്നേ. നീ എന്തിനാ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിച്ചവരെ? അമ്മമ്മ എന്നെ ചൂണ്ടിടാൻ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞോണ്ട് അതിന് ഇവരെ തമ്മിൽ വഴക്കിടിപ്പിക്കാന്ന് വിചാരിച്ചു. Just for fun. ഫണ്ണിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞിട്ടില്ലയോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്? പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഉണ്ട്. ആ, ഇനി മേലാലെ ഇങ്ങനെ വല്ലതും ചെയ്താലേ ഉണ്ട് ഈ ചൂണ്ട കോർത്തുണ്ടല്ലോ ഞാൻ പാറമട കൊണ്ടിടും കേട്ടാ. അളിയാ അനിയാ സോറി അളിയാ. സോറി അളിയാ. എന്തോന്ന് സോറി? നിങ്ങൾക്കേ പരസ്പരം ഒരു വിശ്വാസം ഇല്ലാണ്ടല്ലയോ ഒരാള് പറയുന്നത് കേട്ട് വിശ്വസിച്ചത്? അളിയാ മീൻ പിടിക്കാൻ പോയാലോ? ഞാൻ വരട്ടെ? വേണ്ട.